നിശബ്ദമായി വന്ന് ഞെട്ടിച്ച പാട്ടാണ് പേട്രിയറ്റിലെ മനുഷ്യൻ. ആഴമുള്ള വരികൾ കൊണ്ട് വിനായക് ശശികുമാറും ട്രാക്ക് കൊണ്ട് ശുഷിനും ശരിക്കും ഞെട്ടിച്ചു. വളരെ യുണീക്കായ ട്രാക്കാണ് മനുഷ്യൻ. ഒരു പൗരന്റെ സ്വകാര്യത തമാശയായി മാറുന്ന ആധുനിക കാലഘട്ടത്തെയാണ് വിനായക് മോണോലോഗിലൂടെ വരച്ചു കാട്ടുന്നത്. പ്രശസ്ത ഇംഗ്ലീഷ് എഴുത്തുകാരൻ ജോർജ് ഓർവെല്ലിന്റെ അനിമൽ ഫാം എന്ന നോവലിനെ മുൻനിർത്തിയാണ് വിനായക് ഈ മോണോലോഗ് എഴുതിയിരിക്കുന്നത്. വരികളുടെ മൊത്തത്തിലുള്ള രാഷ്ട്രീയം അനിമൽ ഫാമിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുള്ളതാണ്. ഒരുപക്ഷെ സിനിമ തന്നെ അനിമൽ ഫാമിന്റെ മോഡേൺ അഡാപ്റ്റേഷൻ ആവാൻ സാധ്യതയുണ്ട്. സർവൈലൻസും അതുവഴി ഭരണകൂടം നടത്തുന്ന ഏകാധിപത്യവും സറ്റയറായി തുറന്നു കാണിക്കുന്ന പുസ്തകമാണ് അനിമൽ ഫാം. ഒരുപക്ഷെ അതിന്റെ സീരിയസ് ആയ അഡാപ്റ്റേഷൻ ആകും പേട്രിയറ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് പേട്രിയറ്റിലെ മനുഷ്യൻ എന്ന ട്രാക്കിന്റെ രാഷ്ട്രീയവും ഫിലോസഫിയുമാണ്. ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം. സർവൈലൻസ് അഥവാ നിരീക്ഷണമാണ് ജോർജ് ഓർവെൽ പ്രധാനമായും അനിമൽ ഫാമിലൂടെ പറയുന്നത്. സിനിമയും അതുതന്നെയാണ് പറയാൻ ശ്രമിക്കുന്നത് എന്നാണ് ട്രെയിലർ കണ്ടിട്ട് മനസ്സിലായത്. മനുഷ്യന്റെ അധികാരദാഹം, ഭരണകൂട ഭീകരത തുടങ്ങിയ എക്കാലത്തും പ്രസക്തിയുള്ള സംഗതികളാണ് ജോർജ് ഓർവെൽ അനിമൽ ഫാമിലൂടെ പറയുന്നത്. ഇംഗ്ലണ്ടിലെ മാനർ ഫാം എന്ന കൃഷിസ്ഥലത്താണ് അനിമൽ ഫാമിന്റെ കഥ നടക്കുന്നത്. ആ ഫാമിലെ മൃഗങ്ങളെ അവിടുത്തെ ഉടമയായ ജോൺസ് ക്രൂരമായി ഉപദ്രവിച്ചിരുന്നു. ഉപദ്രവം സഹിക്കവയ്യാതെ മൃഗങ്ങൾ ഒരു വിപ്ലവത്തിന് തയ്യാറെടുക്കുന്നു. ഒരു രാത്രിയിൽ ഓൾഡ് മേജർ എന്ന പന്നിയാണ് വിപ്ലവത്തിന് ആഹ്വാനം ചെയ്യുകയും മനുഷ്യർക്കെതിരെ പോരാടാൻ മൃഗങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുന്നത്. എന്നാൽ അധികം വൈകാതെ ഓൾഡ് മേജർ എന്ന പന്നി മരണപ്പെടുന്നു. ഇതിനുശേഷം സ്നോബോൾ, നെപ്പോളിയൻ എന്നീ രണ്ട് യുവ പന്നികൾ വിപ്ലവത്തിന് നേതൃത്വം നൽകുകയും ജോൺസിനെ പുറത്താക്കി ഫാമിന്റെ പേര് അനിമൽ ഫാം എന്നാക്കി മാറ്റുകയും ചെയ്യുന്നതാണ് കഥയുടെ ഇതിവൃത്തം. പിന്നീട് പന്നികൾ അധികാരത്തിലേറുകയും മൃഗങ്ങളെ അടക്കി ഭരിക്കുകയും ചെയ്യുന്നു. നിരന്തരമുള്ള സർവൈലൻസിലൂടെ ഭരണകൂടം ആ ഫാമിലെ മൃഗങ്ങളെയെല്ലാം അടിമകളാക്കി മാറ്റുന്നു. പ്രതിഷേധിക്കുന്നവരെയെല്ലാം കൊല്ലുന്നു. അവസാനം മനുഷ്യരും പന്നികളും അധികാരത്തിന്റെ കാര്യത്തിൽ ഒരു വ്യത്യാസവുമില്ലെന്ന് മൃഗങ്ങൾക്കെല്ലാം ബോധ്യപ്പെടും. ഇതാണ് അനിമൽ ഫാം എന്ന നോവലയുടെ ഇതിവൃത്തം. അനിമൽ ഫാമിൽ നിന്നടക്കമുള്ള ജോർജ് ഓർവെലിന്റെ പല ഉദ്ധരണികളും ഉപയോഗിച്ചുകൊണ്ടാണ് വിനായക് ശശികുമാർ ഈ മോണോലോഗ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇനി വരിയിലേക്ക് കടക്കാം. ചുവരുകളെ മറന്നുപോയ ഒരു മുറിയിൽ നിന്നാണ് അയാൾ സംസാരിക്കുന്നത്. ചുവരുകൾ ഇല്ലാത്ത, അല്ലെങ്കിൽ ചുവരുകൾ എന്ന സങ്കല്പം തന്നെ മാഞ്ഞുപോയ ഒരിടത്തു നിന്നാണ് അയാൾ സംസാരിക്കുന്നത് എന്നാണ് ആദ്യ വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ചുവരുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു മുറിയെ നമുക്ക് മുറി എന്ന് പറയാൻ കഴിയുകയുള്ളൂ. എന്നാൽ അവിടെ അങ്ങനെയുള്ള ചുവരുകൾ ഇല്ല. ഉണ്ടെങ്കിൽ പോലും അവ മറവിയിലാണ്ടു പോയിരിക്കുന്നു. ചുവരുകൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ അവിടെ മുറികളോ സ്വകാര്യതയോ നിലനിൽക്കുന്നില്ല. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ. ഓരോ ഉപരിതലവും ഒരു ചെവിയാണത്രേ. അയാൾ സംസാരിക്കുന്ന ഓരോ വാക്കും മുകളിൽ നിന്ന് ആരോ കേൾക്കുന്നുണ്ട്. വാക്കുകൾ മാത്രമല്ല, അയാളുടെ നിശബ്ദത പോലും ഡാറ്റയായി സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. ലോകത്തെ നോക്കാനാണ് അയാൾ ജനാലകൾ കണ്ടുപിടിച്ചത്. ലോകം കാണാനാണ് അയാൾ ജനാലകൾ കണ്ടുപിടിച്ചത്. ജനാലകൾ എന്ന പ്രയോഗത്തിന് ഇവിടെ വിവിധ മാനങ്ങളുണ്ട്. വിൻഡോസ് ആദ്യത്തെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലെങ്കിലും ഏറ്റവും ജനപ്രിയമായ ഒന്നാണ്. ലോകത്തെ കാണാനും അറിയാനുമാണ് മനുഷ്യൻ കമ്പ്യൂട്ടറുകളും ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമെല്ലാം കണ്ടെത്തിയത്. ഒരു കാലം വരെ മനുഷ്യൻ ആ സ്ക്രീനിലൂടെ അഥവാ ആ ജനാലകളിലൂടെ അങ്ങോട്ടാണ് നോക്കിയിരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ സ്ക്രീനുകൾ പോലും ഇപ്പോൾ നമ്മളെയാണ് നോക്കുന്നത്, നമ്മൾ സ്ക്രീനിലേക്കല്ല. നമ്മൾ വെറും ഡാറ്റ മാത്രമായി മാറിയിരിക്കുന്നു. അതിലൂടെ കയറി വരുന്ന കാറ്റ് വെറുപ്പിനോടൊപ്പം അയാളുടെ രഹസ്യങ്ങളും ഒപ്പുന്നുണ്ടത്രേ. മനുഷ്യൻ അറിവ് നേടാനും ലോകത്തെ അറിയാനുമായി വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യകളെല്ലാം ഇപ്പോൾ അവനെ തന്നെ നിരീക്ഷിക്കാനുള്ള ഉപകരണങ്ങളായി മാറിയിരിക്കുന്നു. ആ ജാലകത്തിലൂടെ കയറി വരുന്ന കാറ്റ് അവന്റെ വിയർപ്പ് ഒപ്പുന്നതോടൊപ്പം അവന്റെ സ്വകാര്യതയും ഒപ്പിയെടുക്കുന്നുണ്ട്. സാങ്കേതിക വിദ്യയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏതൊരു ആനുകൂല്യത്തിനും പകരമായി നമ്മൾ നൽകുന്നത് നമ്മുടെ സ്വകാര്യതകളും രഹസ്യങ്ങളുമാണ്. നമുക്ക് നമ്മളെക്കുറിച്ച് അറിയുന്നതിനേക്കാൾ കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന അൽഗോരിതത്തിന് നമ്മളെക്കുറിച്ച് അറിവുണ്ടാകും. റീൽസ് ഉൾപ്പെടെ നമുക്ക് ഫ്രീയായി ലഭിക്കുന്ന ഏതൊരു എന്റർടൈൻമെന്റും നമ്മളെ ഒരു പ്രൊഡക്റ്റ് മാത്രമായാണ് കാണുന്നത്. നമ്മുടെ ഡാറ്റയെയാണ് അവർ ലാഭമായി കണക്കാക്കുന്നത്. നമ്മൾ എപ്പോൾ ചിരിക്കുന്നു, എപ്പോൾ കരയുന്നു, ഒരു റീലിന്റെ എത്രാമത്തെ സെക്കൻഡിൽ ലൈക്കിന്റെ ബട്ടണിലേക്ക് നമ്മുടെ തമ്പ് പോകുന്നു, ഇതെല്ലാം ഡാറ്റയാണ്. ഈ ഡാറ്റ ഉപയോഗിച്ച് പഠിച്ചാണ് അവർ ഓരോ നിമിഷവും ബെറ്റർ ആയിക്കൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ മാത്രമല്ല, മറ്റെല്ലാ ഡിജിറ്റൽ മേഖലകളും മുന്നോട്ട് പോകുന്നത് ഡാറ്റയുടെ പുറത്താണ്. ഇവിടെ അനിമൽ ഫാമിലെ ഒരു വരി പ്രസക്തമാണ്. എല്ലാ മൃഗങ്ങളും തുല്യരാണ്, എന്നാൽ ചിലർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ തുല്യരാണ്. ഫാമിൽ നടക്കുന്ന വിപ്ലവത്തിലൂടെ അധികാരം നേടിയ പന്നികൾ അവസാനം പറയുന്ന വാചകമാണിത്. ഇത് ഡിജിറ്റൽ യുഗവുമായി ബന്ധപ്പെടുത്തിയാൽ മനുഷ്യകുലം മുഴുവൻ വളരെ ചുരുക്കം വരുന്ന ചില മനുഷ്യരുടെ കയ്യിലെ വെറും ഡാറ്റ മാത്രമാണെന്ന് നമുക്ക് തിരുത്തി വായിക്കാം. ഒരു മുറിയിലെ കരച്ചിൽ
മറ്റൊരു മുറിയിലെ വാർത്ത. നമ്മൾ നിൽക്കുന്ന നമ്മുടെ ഇടങ്ങളൊന്നും നമ്മുടെ ഇടങ്ങളല്ല. അതെല്ലാം വലിയൊരു പരീക്ഷണശാലയുടെ ചതുര അറകൾ മാത്രമാണെന്നാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ കരച്ചിൽ മറ്റൊരിടത്ത് ഒരു വിനോദം മാത്രമായിരിക്കും. നമ്മളെ പരസ്പരം ഷെയർ ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മളെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റ നിയന്ത്രിക്കുന്നവർ കൂടുതൽ സമ്പന്നരായിക്കൊണ്ടിരിക്കുന്നത്. മറ്റൊരു എക്സ്പെൻസും അവർക്കില്ല. പ്രൊഡക്റ്റും നമ്മൾ തന്നെയാണ്, കസ്റ്റമറും നമ്മൾ തന്നെയാണ്. ലാഭം മാത്രം അവർക്ക്. നിങ്ങളുടെ മനസ്സിലിരിപ്പും ആരുടെയോ മേശപ്പുറത്തെ ഒരു തുറന്ന ഫയൽ. ഒരു പൗരന്റെ സ്വകാര്യത എന്ന ഐഡിയ ഡിജിറ്റൽ കാലത്ത് എത്രത്തോളം തമാശയാണെന്നാണ് ഈ വരികളിലൂടെ പറയുന്നത്. മനസ്സിൽ വിചാരിച്ച പ്രൊഡക്റ്റിന്റെ ആഡ് 2 മിനിറ്റ് കൊണ്ട് മൊബൈൽ സ്ക്രീനിൽ പോപ്പപ്പ് ചെയ്തു വരുന്നത് വളരെ അതിശയത്തോടെ നമ്മൾ സുഹൃത്തുക്കളോട് പറഞ്ഞിട്ടുണ്ടാകും പലപ്പോഴും. ആ പോപ്പപ്പ് ആഡുകളൊന്നും വെറും യാദൃശികമല്ല, നമ്മളെ കൃത്യമായി പഠിച്ച് അവതരിപ്പിക്കുന്നതാണ് ഓരോ ആഡും. ഇപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ പോലും നിങ്ങൾ കൂടുതലായി സംസാരിച്ച പ്രൊഡക്റ്റോ ചിന്തിച്ച പ്രൊഡക്റ്റോ ആയിരിക്കും ആഡായി വരുന്നുണ്ടാവുക. അതാണ് വിനായക് പറയുന്നത്. നമ്മുടെ മനസ്സിലിരിപ്പും മറ്റാരുടെയോ മേശപ്പുറത്ത് തുറന്നു വെച്ച ഒരു ഫയൽ മാത്രമാണ് ഈ ഡിജിറ്റൽ കാലത്ത്. മുറിയായിരുന്നില്ലത്രേ, ഒരു ഫാമിന്റെ അറയായിരുന്നത്രേ. നമ്മൾ നമ്മുടെ സ്വകാര്യതയിലാണെന്ന് വിചാരിച്ച് ചെയ്യുന്നതൊന്നും സ്വകാര്യതയിലല്ല. ആധുനിക ഡിജിറ്റൽ യുഗത്തിൽ അങ്ങനെ ഒരു സ്വകാര്യതയും നിലനിൽക്കുന്നില്ല. അനിമൽ ഫാം എന്ന നോവലയിലെ പോലെ നമ്മളും ഒരു വിഭാഗം ആളുകളുടെ പരീക്ഷണ ജന്തുക്കൾ മാത്രമാണ്. നമ്മുടെ മുറികളും വീടുകളും ഓഫീസുകളും ഒരു വലിയ ഫാമിലെ അറകൾ മാത്രമാണ്. പലതും നമ്മളിൽ അവർ പരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ സ്വതന്ത്രരാണെന്ന് സ്വയം വിശ്വസിക്കുമ്പോഴും നമ്മളെല്ലാം ചങ്ങലകളിലാണ്. നമ്മുടെ കഴുത്തിലെല്ലാം തുടലുകളുണ്ട്. മറ്റാരുടെയോ ഗിനിപ്പന്നികൾ മാത്രമാണ് നമ്മൾ. ആർക്കോ കറന്നെടുക്കാൻ മറ്റുമ്പോൾ അറുത്തെടുക്കാൻ. ഡിസ്റ്റോപ്പിയൻ അനിമൽ ഫാം അല്ല. ഇവിടെ കൃത്യമായി ജോർജ് ഓർവെലിന്റെ അനിമൽ ഫാമിനെ കോട്ട് ചെയ്യുകയാണ് വിനായക് ചെയ്യുന്നത്. അനിമൽ ഫാമിൽ ബോക്സർ എന്നൊരു കുതിരയുണ്ട്. ഭരണകൂടത്തിന്റെ അങ്ങേയറ്റം വിശ്വസ്തനായി നിന്നിരുന്നു അവൻ. മറ്റുള്ള മൃഗങ്ങൾ ഭരണകൂടത്തിനെതിരെ തിരിഞ്ഞപ്പോഴും അവർക്കെതിരെ നിന്ന് ഭരണകൂടത്തെ പ്രതിരോധിച്ചവനായിരുന്നു ബോക്സർ. പക്ഷേ അവൻ തളർന്നു വീണപ്പോൾ ഭരണകൂടം അവനെ അറവുശാലയിലേക്ക് വിൽക്കുകയും ആ പണം ഉപയോഗിച്ച് മദ്യം വാങ്ങി കുടിക്കുകയും ചെയ്തു. എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അതിലും ഭയാനകമായ ഫാമിലാണ്. അതൊരു ഡിസ്റ്റോപ്പിയൻ സങ്കല്പമല്ല, മറിച്ച് നാം എല്ലാവരും ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. മൃഗങ്ങളെയല്ല, മറിച്ച് മനുഷ്യരെ തന്നെ നിരീക്ഷിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ആധുനിക ലോകത്തെയാണ് മനുഷ്യ ഫാം എന്ന് വിളിക്കുന്നത്. ഇന്ന് ലോകം തന്നെ ഒരു ഫാമാണ്. മനുഷ്യരെല്ലാം ചില മനുഷ്യരുടെ പരീക്ഷണ ജന്തുക്കളാണ്. നമ്മുടെ ഓരോ ചലനവും നമ്മുടെ ഓരോ ഹൃദയത്തുടിപ്പ് പോലും അവർക്ക് ഡാറ്റയാണ്. നമ്മുടെ ഓരോ ചലനങ്ങളും ശ്വാസതാളങ്ങളുമെല്ലാം അറിയാൻ നിന്ന് പല ഉപകരണങ്ങളുമുണ്ട്. അതെല്ലാം നമ്മുടെ വെൽനെസ്സിന് വേണ്ടിയാണെന്നാണ് നാം തെറ്റിദ്ധരിച്ചിട്ടുള്ളത്. എന്നാൽ അതെല്ലാം ഡാറ്റ ശേഖരിക്കാനുള്ള ഉപകരണങ്ങൾ മാത്രമാണ്. ആ ഉപകരണങ്ങളിലൂടെ വരുന്ന കാറ്റ് നമ്മുടെ വിയർപ്പൊപ്പുമ്പോഴും നമ്മുടെ സ്വകാര്യതയെ അവ കവർന്നെടുക്കുന്നുണ്ട്. വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. എന്താണ് ഈ ട്രാക്ക് കേട്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയത്? കമന്റിൽ പങ്കുവെക്കുക. ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ മറ്റു വീഡിയോസും കണ്ടു നോക്കുക. സിനിമയുടെ ഐഡിയോളജി അനാലിസിസ് ഒക്കെയാണ് ഈ ചാനലിൽ അധികം ചെയ്യുന്നത്. ഇടയ്ക്ക് ഇതുപോലുള്ള വീഡിയോസും ചെയ്യാറുണ്ട്. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി.